സംസ്ഥാനത്ത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ പ്രവർത്തനം നിഷ്ക്രിയം. അതോറിറ്റിയിൽ ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ ഡിവൈഎസ്പി റാങ്കിലുള്ളവരുടെ പരാതി അന്വേഷിക്കാൻ 2 ചെയർപേഴ്സൺമാർ മാത്രം. ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ് കേസുകൾ തീർപ്പാക്കുന്നതിന് കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് വിവരം. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന കേസുകൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ട പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ പ്രവർത്തനമാണ് താളം തെറ്റിയത്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. CPO ഉദ്യോഗസ്ഥർ മുതൽ DYSP വരെയുള്ള ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന കേസുകൾ അന്വേഷിക്കാൻ കേവലം 2 ചെയർപേഴ്സൺ മാത്രമാണ് ഉള്ളത്. ദക്ഷിണമേഖല, ഉത്തരമേഖല എന്നീ 2ആയി തിരിച്ചുകൊണ്ടാണ് ചെയർപേഴ്സൺമാരെ നിയമിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകൾക്ക് 1 ചെയർപേഴ്സണും, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മറ്റൊരു ചെയർപേഴ്സണുമാണ് നിലവിലുള്ളത്. 20 പോലീസ് ഉദ്യോഗസ്ഥരാണ് 14 ജില്ലകളിലുമുള്ള കേസ് അന്വേഷിച്ച് തീർപ്പാക്കേണ്ട ചുമതല. പോലീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച കംപ്ലയിന്റ് അതോറിറ്റിക്കാണ് ഈ സ്ഥിതി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ വർദ്ധിച്ചതോടെ തീർപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമെത്തി. 3 മാസത്തിലൊരിക്കൽ സിറ്റിംഗ് നടത്തണമെന്നായിരുന്നു ചട്ടം. എന്നാൽ പരാതികളുടെ എണ്ണം കൂടുന്നതോടെ പ്രതിമാസം സിറ്റിംഗ് നടത്തേണ്ട സാഹചര്യമാണ്. വിരമിച്ച ജില്ലാ ജഡ്ജി ചെയർപേഴ്സണും ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് ഇത്. കൂടുതൽ ചെയർപേഴ്സൺമാരെ നിയമിച്ചുകൊണ്ട് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനം, തിരുവനന്തപുരം.